നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർണ്ണക്കാഴ്ചകളും മേളവിസ്മയവും പെയ്തിറങ്ങുന്ന തൃശൂർ പൂരത്തിന് തിങ്കളാഴ്ച കൊടികയറി. തൃശൂർ പൂരം മലയാളികളുടെ വിശ്വവികാരം. സേവന സന്നദ്ധരായി സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉദ്ഘാടനം ചാണ്ടി ഉമ്മൻ MLA. തൃശൂർ പൂരപ്രദർശന നഗരിയിൽ കേരള വിഷന്റെ പൗലിയൻ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കായനൂർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വർണ്ണക്കാഴ്ചകളും മേള വിസ്മയവും പെയ്തിറങ്ങുന്ന തൃശൂർ പൂരത്തിന് തിങ്കളാഴ്ച കൊടികയറി. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും തിങ്കളാഴ്ച തന്നെ കൊടികയറി. തിരുവമ്പാടി ക്ഷേത്രത്തിൽ കാലത്ത് 11-നും 11:30-നുമിടയിൽ കൊടി കയറുകയും പൂജിച്ച കൊടി കൂറ കൊടിമരത്തിൽ ദേശക്കാർ ചേർന്നാണ് കൊടി ഉയർത്തിയത്. കൊടിമരത്തിനുള്ള കവുങ്ങ് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പാട്ടിരായ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ആഘോഷപൂർവ്വം എത്തിച്ച് പാരമ്പര്യാവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരൻ ആശാരി കവുങ്ങ് ചെത്തിമിനുക്കിയാണ് കൊടിമരം തയ്യാറാക്കിയത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് പൂരപ്പുറപ്പാട് ഒരാനപ്പുറത്ത് എഴുന്നള്ളിച്ച് ഷൊർണൂർ റോഡ് വഴി നായക്കനാലിലെത്തും. തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് തിടമ്പേറ്റുക. തുടർന്ന് നായക്കനാലിൽ പുതുതായി നട്ട ചെറിയ ആൽ അറയിലും നടുവിനാലിലും തിരുവമ്പാടിയുടെ പൂരപതാകകൾ ഉയർത്തും. ശ്രീകൃഷ്ണന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം സൂചിപ്പിക്കുന്ന നീല നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള കൊടികളാണ് ഉയർത്തുക. തുടർന്ന് വടക്കുനാഥ ശ്രീമൂലസ്ഥാനത്തേക്ക് പൂരപ്പുറപ്പാട്. അവിടെ മേളം സമാപിച്ച ശേഷം നടുവിൽ മഠത്തിൽ ആറാട്ടും ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്തും നടത്തും. പാറമേക്കാവ് ക്ഷേത്രത്തിലും തിങ്കളാഴ്ച രാവിലെ 12:30-ന് പൂരം കൊടികയറി. 11 മണിക്ക് നടക്കുന്ന വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളുന്ന ഭഗവതിയെ സാക്ഷിയാക്കി ദേശക്കാരാണ് കൊടി ഉയർത്തിയത്. ചെമ്പിൻ കുട്ടനാശാരി നിർമ്മിച്ച കൊടിമരത്തിൽ ആൽ, മാവ് എന്നിവയുടെ ഇലകളും ദർഭപ്പുല്ലും ഉപയോഗിച്ച് അലങ്കരിച്ചിരുന്നു. തുടർന്ന് സിംഹമുദ്രയുള്ള കൊടിക്കൂറ കൊടിമരം ഉയർത്തിയത്. അതിനുശേഷം ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള കൊടിക്കൂറകൾ ഉയർത്തി. തുടർന്ന് നടന്ന എഴുന്നള്ളിപ്പിൽ പാറമേക്കാവ് കാശിനാഥൻ തിടമ്പേറ്റി. എഴുന്നള്ളിപ്പിന് ശേഷം വടക്കുനാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥകുളത്തിൽ ആറാട്ട് നടന്നു. കണിമംഗലം ശാസ്താക്ഷേത്രം, ചെമ്പുകാവ് കാർത്തിയായനി ക്ഷേത്രം, പുനമുക്ക് പിള്ളി ശാസ്താക്ഷേത്രം, കാരമുക്ക് ഭഗവതി ക്ഷേത്രം, ചൂരക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം, ലാലൂർ കാർത്തിയായനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രം, കുറ്റൂർ നെയ്തിലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നീ ഘടക ക്ഷേത്രങ്ങളിലും തിങ്കളാഴ്ച രാവിലെയും വൈകിട്ടുമായി തൃശൂർ പൂരം കൊടിയേറും. ഏപ്രിൽ 26-നാണ് പൂരം. 24-ന് രാത്രി 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട്.
തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ പൗലിയൻ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ കേരള വിഷൻ നൽകുന്ന സേവനങ്ങൾ മഹത്തരമാണെന്ന് അഭിപ്രായപ്പെട്ടു. തൃശൂർ പൂരത്തിന് എല്ലാവർക്കും സൗജന്യമായി ഇന്റർനെറ്റ് കിട്ടുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ അവസരത്തിൽ കേരള വിഷൻ ചെയർമാൻ പി സുരേഷ് കുമാർ പറഞ്ഞു. വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിലൂടെ പൂരം കാണുവാനെത്തുന്ന കേരള വിഷൻ ഉപഭോക്താക്കൾക്കും അല്ലാത്തവർക്കും ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി ആന്റണി, കേരള വിഷൻ ഡയറക്ടർ, മറ്റു ഡയറക്ടർമാർ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി സുഭാഷ്, സെക്രട്ടറി ജോസ് CJ, ട്രഷറർ ബിജു കുമാർ, ഡയറക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. KCCL ചെയർമാൻ പി സുരേഷ് കുമാർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള എക്സിബിഷനിൽ കേരള വിഷൻ്റെ സ്റ്റാള് നമ്മൾ എല്ലാ കൊല്ലവും ഇവിടെ സ്ഥാപിക്കാറുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തൃശ്ശൂർ മേയർ നിജി ജസ്റ്റിൻ അവർ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്കറിയാം, കേരള വിഷൻ കേരളത്തിനകത്ത് ഒന്നാമതായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് 4ാമത്തെ ഡിജിറ്റൽ കമ്പനിയും 5ാമത്തെ FTTH ബ്രോഡ്ബാൻഡ് കമ്പനിയായും വളർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 2 കമ്പനികളും 1000 കോടി ടേൺ ഓവറിലേക്കും എത്തി നിൽക്കുമ്പോഴാണ് ഈ വർഷം നമ്മൾ ഈ എക്സിബിഷനിൽ പുതിയ സാങ്കേതിക വിദ്യയുമായി നമ്മൾ കടന്നു വരുന്നത്. നമുക്കറിയാം, ഇന്ന് കേബിൾ TV മാറി ട്രാൻസ്ഫോർമേഷനായി OTT IPTV സെഗ്മെൻറ്റിലേക്ക് മാറുന്ന ഈ അവസരത്തിൽ കേരളത്തിലെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരള വിഷനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ കണക്ഷനുള്ള MSO എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യക്കകത്ത് 4ാം സ്ഥാനം അലങ്കരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള ജിയോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേരള വിഷനോട് സഹകരിച്ചുകൊണ്ട് കേരളത്തിനകത്തുള്ള 30 ലക്ഷത്തോളം വരുന്ന സെറ്റ് ടോപ്പ് ബോക്സുകളിലുള്ള സെയിം കണ്ടന്റ് തന്നെ നമുക്ക് മൊബൈലിലും കൂടി കൊടുക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് OTTയുടെ കാലമാണ്. ഇപ്പോൾ IPL നടക്കുകയാണ്. അങ്ങനെ IPL നടക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് OTT സബ്സ്ക്രിപ്ഷൻ ജിയോ ഹോട്ട്സ്റ്റാർ എടുത്താൽ മാത്രമാണ് ജനങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ട വിനോദമായ സ്പോർട്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ടെക്നോളജി TV എനിവെയർ എന്ന് പറയുന്ന ഈ ടെക്നോളജി നമ്മളിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കേരളത്തിനകത്തുള്ള 30 ലക്ഷം അല്ല, നമ്മൾ കൊൽക്കത്ത പോലെയുള്ള സംസ്ഥാനങ്ങളിലും കേരള വിഷൻ ഈ അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കർണാടകയിൽ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ ഇന്ത്യക്ക് ആകമാനം നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സെറ്റ് ടോപ്പ് ബോക്സിലുള്ള സെയിം കണ്ടന്റ് 1 or 2 ഡിവൈസിൽ അവർക്ക് കാണാവുന്ന രീതിയിലേക്ക് മാറുമ്പോൾ വലിയൊരു വിപ്ലവമാണ് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് കേബിൾ TV സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇന്റർനെറ്റ് വരുന്നതോടുകൂടി കേബിൾ TV അന്യം നിന്ന് പോകുന്ന രീതിയിലുണ്ട്. കാരണം ഇന്റർനെറ്റിലൂടെ തന്നെയാണ് എല്ലാം നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ IPTV കൊടുക്കുന്നത് നമ്മുടെ നെറ്റ്വർക്കിലാണെങ്കിൽ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റ് ടെലികോം നെറ്റ്വർക്കിലാണെങ്കിലും അവർക്ക് ഇതേ കണ്ടന്റ് കാണാമെന്നുള്ളതാണ്. ലൈവ് കണ്ടന്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ കഴിയും. ഇത് കൂടാതെ തന്നെ നമുക്ക് പുതിയൊരു രീതിയിൽ ഉള്ള വേറൊരു ടെക്നോളജിയും കൂടി ജിയോ ഹോട്ട്സ്റ്റാർ പോലെയുള്ള സംവിധാനങ്ങൾ കേരള വിഷനോട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഏത് സെറ്റ് ബോക്സ് ഇല്ലാതെ പോലും നമുക്ക് മൊബൈലിൽ OTT കാണുന്ന പോലെ തന്നെ ഇതേ കണ്ടന്റ് സെപ്പറേറ്റ് കൊടുക്കാനുള്ള സംവിധാനം വേറെയും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ടെക്നോളജിയിൽ എങ്ങനെയായാലും മുന്നോട്ട് പോകുന്ന അവസരത്തിൽ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സർവീസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് കേരള വിഷൻ എന്ന് പറയുന്ന ഡിജിറ്റൽ ആയാലും ബ്രോഡ്ബാൻഡ് ആയാലും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് IPTV കീ എന്ന് പറയുന്ന സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിലാണ്. അതിൽ OTT അഗ്രഗേറ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ കണ്ടന്റും പ്രാദേശിക ചാനൽ ഉൾപ്പെടെയുള്ളതിനെ അഗ്രഗേറ്റ് ചെയ്തുകൊണ്ടുള്ള സംവിധാനങ്ങളുമായിട്ട് കേരള വിഷൻ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഉപഭോക്താക്കൾക്ക് സ്വീകാര്യമായ രീതിയിൽ മറ്റ് കോർപ്പറേറ്റുകളോടൊക്കെ മത്സരിച്ചുകൊണ്ട് കേരള വിഷൻ ഇനിയും മുന്നോട്ട് പോവുകയാണ്. ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ പ്രത്യേകമായിട്ട് പൂരവുമായി ബന്ധപ്പെട്ട് ആളുകളിലൂടെ വരുന്നതാണ്. ഈ സ്റ്റാളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും നമ്മുടെ വിവിധ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാനും അതിൻ്റെ വിശദാംശങ്ങൾ നൽകാനും ഈ സ്റ്റാൾ അടുത്ത 1.5 മാസത്തോളം ഇവിടെ സജ്ജമായിരിക്കും. എല്ലാ മാന്യമായ ഉപഭോക്താക്കളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇനിയും തുടർന്ന് ഞങ്ങൾക്കുള്ള നിങ്ങളുടെ സഹകരണം ഉണ്ടായത് ഇനിയും ഉയരങ്ങളിലേക്ക് കേരള വിഷൻ എത്തേണ്ടതുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തൃശൂർ പൂരം മലയാളികളുടെ വിശ്വവികാരം. സേവന സന്നദ്ധരായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. ഉദ്ഘാടനം ചാണ്ടി ഉമ്മൻ MLA. തൃശൂർ പൂരം തൃശൂർക്കാരുടെ മാത്രം പൂരമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനമാണ് എന്ന് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് നഗരത്തിലെ തിരക്കും ഗതാഗതവും നിയന്ത്രിക്കുവാൻ
ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഒരുക്കുന്ന തൃശൂർ പൂരം സർവീസ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ ഏതു കോണിലുള്ള മലയാളിയും ഒരുപോലെ നെഞ്ചിലേറ്റുന്ന ആഘോഷമാണ് പൂരമെന്നും അവിടെയെത്തുന്ന ജനലക്ഷങ്ങൾക്ക് സുരക്ഷയും സഹായവും ഒരുക്കുവാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുന്നോട്ട് വരുന്നത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രൊഫസർ ഡോക്ടർ EU രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. പൂരം നഗരിയിലെ സേവന പ്രവർത്തനങ്ങളിൽ 100-ൽ പരം സീനിയർ റോവേഴ്സും റേഞ്ചേഴ്സും ആണ് ഇത്തവണ മുഖ്യ പങ്കാളികളായി അണിനിരക്കുന്നത്. സീനിയർ സ്കൗട്ട്സ് മാസ്റ്റർ CA തോമസ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ ട്രഷറർ AM ജെയ്സൺ, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ VS ഡേവിസ്, ഗ്രൂപ്പ് ലീഡർ ജോസി B ചാക്കോ, സെറീന ടീച്ചർ, ഫെമി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൂരകാലത്ത് സന്നദ്ധ സേവനത്തിന് മുന്നോട്ട് വന്ന റോവേഴ്സിനെയും റേഞ്ചേഴ്സിനെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. സർവീസ് പ്രൊജക്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ചാണ്ടി ML അവരെ ക്ഷണിച്ചു. ആരാധ്യയായ തൃശൂർ നഗരസഭയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ വിവിധ ഭാരവാഹികൾ, അടക്കമുള്ളവർ, പ്രിയപ്പെട്ട പ്രസിഡന്റ്, വളരെയധികം സന്തോഷമുണ്ട്. ഈ തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ നിയന്ത്രിക്കുവാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ വലിയ പ്രത്യേക താല്പര്യവും അതുപോലെ അവരുടെ പൂർണ്ണമായിട്ടുള്ള സേവനം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ സേവനം ഇത് ലഭ്യമാകുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുമായിരിക്കും. തൃശ്ശൂർ പൂരം എന്നുള്ളത് തൃശ്ശൂരിന്റെ മാത്രമല്ല, തൃശ്ശൂരിന്റെ വേറെ നിൽക്കുന്നുണ്ട്, തൃശ്ശൂർ വേറെ നിങ്ങളല്ല, പക്ഷെ തൃശ്ശൂരിന്റെ മാത്രം പരിപാടിയല്ല, കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോളുന്ന, കേരളത്തിന്റെ ആത്മീയ തലസ്ഥാനമായി തൃശ്ശൂർ മാറുന്ന ഒരു സമയമാണത്. തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം കേരളത്തിന്റെ തന്നെ അഭിമാനമായ, കേരളത്തിന്റെ ആത്മീയമായ ഒരു കലവറയാണ്. തീർച്ചയായിട്ടും ആ ഒരു പരിപാടിക്ക് ഇവിടുത്തെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഭാഗമാകുമ്പോൾ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് വലിയ ഒരു കരുത്താണ് അതിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ഭാവി ജീവിതത്തിന് നിങ്ങൾ നൽകുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ചെറിയ കാര്യമാണ്. എന്താ ചെറിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, അങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ചെറിയ പോർഷൻ്റെ ഒരു ചെറിയ സമയം മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇതുകൊണ്ട് ബെനിഫിറ്റ് പോകുന്നത് ഞാൻ ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് പറയുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ബെനിഫിറ്റ്. ലഹരിമുക്ത ഭവനം സന്ദേശങ്ങളുമായി വിമുക്തി പവലിയൻ. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന പൂരം എക്സിബിഷനിൽ ലഹരിമുക്ത ഭവനം സന്ദേശവുമായി എക്സൈസ് വകുപ്പിന്റെ വിമുക്തി പവലിയൻ ആരംഭിച്ചു. പവലിയന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാർ നിർവഹിച്ചു. അറിവാണ് ലഹരി, കലയിലാണ് ലഹരി, കായികമാണ് ലഹരി, ജീവിതമാണ് ലഹരി എന്നീ സന്ദേശങ്ങൾ വിവരിക്കുന്ന പ്രദർശനങ്ങളും പവലിയനിലെത്തുന്നവർക്കായി വിവിധ മത്സരങ്ങളും സെൽഫി പോയിന്റുകളും വിമുക്തി പവലിയനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഹെൽപ്പ് ലൈൻ നമ്പർ അടങ്ങിയ കാർഡുകളും നോട്ടീസുകളും വിതരണം ചെയ്യുന്നുമുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി ജില്ലാ മാനേജറുമായ വിനീത് രവി പദ്ധതി വിശദീകരണം നടത്തി. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്,
ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പുത്തൂർ കയനൂർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനമായ തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം, നവകം, ശ്രീഭൂതബലി തുടങ്ങിയ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടത്തിരിപ്പാട്, മേൽശാന്തി PP പരമേശ്വരൻ തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സോപാന സംഗീതം, പൂരം എഴുന്നള്ളിപ്പ്, വിവിധ ദേശക്കാരുടെ കാവടി അഭിഷേകങ്ങൾ, വൈകിട്ട് ക്ഷേത്രം വക പൂരം, ദീപാരാധന, ചുറ്റുവിളക്ക്, ഭസ്മക്കാവടി തുടങ്ങിയ ചടങ്ങുകൾ നടത്തി. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ N മോഹൻദാസ്, MV വിനീഷ്, K ശിവൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മാർ ഗീവർഗീസ് സഹദ പള്ളി ശതാബ്ദി ആഘോഷങ്ങൾ തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ ചൈതന്യത്തിന്റെ 100 വർഷങ്ങൾ പിന്നിടുന്ന ചേറൂർ മാർ ഗീവർഗീസ് സഹദ ദേവാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. ആഘോഷങ്ങളുടെ വിളംബരമറിയിച്ച് സംഘടിപ്പിച്ച വിപുലമായ വാഹന പ്രചാരണ ജാഥ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുകയും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ചേറൂർ പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രചാരണ ജാഥ തൃശൂർ നഗരത്തെ വലം വെച്ച് തിരികെ പള്ളിയിൽ തന്നെ സമാപിച്ചു. ജാഥയുടെ മുന്നോടിയായി നടന്ന ദീപശിഖ പ്രയാണത്തിൽ ഇടവക വികാരി ഫാദർ വിനോദ് തിമിത്തി ദീപശിഖ യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി VS ഡേവിസിന് കൈമാറി. ഇടവക വിഭാവനം ചെയ്തിരിക്കുന്ന 100 കാരുണ്യ പ്രവർത്തനങ്ങൾക്കും കർമ്മ പദ്ധതികൾക്കും തൃശൂർ കോർപ്പറേഷന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉറപ്പു നൽകി. ജാഥയുടെ സമാപന സമ്മേളനത്തിൽ തൃശൂർ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൌൺസിലറുമായ അഡ്വക്കേറ്റ് വില്ലി ജിജോ മുഖ്യപ്രഭാഷണം നടത്തി. 2027 ജനുവരി 17 സമാപിക്കുന്ന 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇതോടെ ആരംഭിച്ചത്. ശതാബ്ദി വർഷത്തിൽ 100 രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സഹായം നൽകുന്ന പദ്ധതിക്ക് ഇതിനോടകം തുടക്കമായിട്ടുണ്ട്. ഇതിനു പുറമെ നിർധനർക്ക് ഭവന നിർമ്മാണം, ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എന്നിവയുൾപ്പെടെയുള്ള സേവന പ്രവർത്തനങ്ങൾ വരും മാസങ്ങളിൽ നടപ്പിലാക്കും. വികാരി ഫാദർ വിനോദ് തിമിത്തി, അസിസ്റ്റന്റ് വികാരി ഫാദർ VV ജോസഫ്, കൈക്കാരന്മാരായ വിനോദ് ഡേവിസ്, ബാബു ജോൺ, സഭാ കൌൺസിൽ അംഗങ്ങളായ ലിൻസ് ഫ്രാൻസിസ്, യൂത്ത് അസോസിയേഷൻ ഇടവക സെക്രട്ടറി VS ഡേവിസ്, ജെയിംസ് ജോബ്സൺ, സിജി ജോയ് തുടങ്ങിയവർ ശതാബ്ദി ആഘോഷങ്ങൾക്കും വാഹന പ്രചാരണ ജാഥയ്ക്കും നേതൃത്വം നൽകി. കോലഴി ഗ്രാമപഞ്ചായത്ത് 16ാം ഡിവിഷനിൽ MBBS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനിക്ക് അനുമോദനം. കുറ്റൂർ തിരുത്ത് സ്വദേശി സുഭാഷ് ഹാപ്പി ദമ്പതികളുടെ മകളായ അമേലിയയെ വാർഡ് മെമ്പർ സുധീഷ്ണ ടീച്ചറും വാർഡ് കമ്മിറ്റി അംഗങ്ങളായ ഏൻഡോ, ജോഷി കുര്യൻ, ഫ്രാൻസിസ്, അജു വർക്കി, ജോവിൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു, വൈസ് പ്രസിഡന്റ് സുമിത ഷാജിയും ചേർന്ന് വിജയയെ അനുമോദിച്ചു. ഓൾ ഇന്ത്യ വെറ്ററൻ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം. തൃശൂർ അക്ബർ ട്രാവൽസ് ട്രോഫിക്ക് വേണ്ടി ജിംഖാന ഫുട്ബോൾ ക്ലബ് തൃശൂർ കോർപ്പറേഷൻ ഫ്ലഡിറ്റ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച 13ാമത് ഓൾ ഇന്ത്യ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. MMA റസാഖ് അധ്യക്ഷത വഹിച്ചു. നടത്തറ പഞ്ചായത്ത് മെമ്പർ ജോയ്സൺ അച്ചാണ്ടി, പുത്തൂർ പഞ്ചായത്ത് മെമ്പർ സേതുമാധവൻ, ജിംഖാന സെക്രട്ടറി സലിം തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ നാസിക് FC മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തി അമർനാഥ് യുണൈറ്റഡ് മുംബൈ വിജയിച്ചു. 2ാം മത്സരത്തിൽ മേച്ചേരി ചാലക്കുടി തോൽപ്പിച്ച് ഫോർട്ട കണ്ണൂർ വിജയിച്ചു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. മൂൺലൈറ്റ് ബ്രോഡ്ബാൻഡിന്റെ ഫൈബർ കേബിൾ വെട്ടിമുറിച്ച് സാമൂഹ്യവിരുദ്ധർ. PG ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂൺലൈറ്റ്
ബ്രോഡ്ബാൻഡിന്റെ ഫൈബർ കേബിൾ സാമൂഹ്യവിരുദ്ധർ വെട്ടിമുറിച്ച് നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 ശേഷമാണ് സംഭവം നടന്നിട്ടുള്ളത്. ഫൈബർ മുറിച്ചതോടെ പൂളച്ചോട്, കട്ടച്ചിറക്കുന്ന്, മയിലാട്ടുംപാറ പ്രദേശത്തെ വീടുകളിൽ കേരള വിഷന്റെ ഇന്റർനെറ്റിന്റെയും കേബിൾ ടിവിയുടെയും സിഗ്നൽ നഷ്ടപ്പെട്ടു. ഇതേ തുടർന്ന് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനു ശേഷമാണ് കേബിൾ ടിവി അധികൃതർ വിവരമറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിന് ഒടുവിൽ കോടതിപ്പാലത്തിൽ നിന്നും പൂളച്ചോട്ടിലേക്ക് പോകുന്ന വഴിയിലെ ഒരു പോസ്റ്ററിൽ നിന്നും ലൂപ്പ് അടക്കമുള്ള ഫൈബർ കേബിളും സ്പ്ലൈസിംഗ് ബോക്സും മുറിച്ചുമാറ്റി അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നതായും കണ്ടെത്തിയത്. തുടർന്ന് മൂൺലൈറ്റ് ബ്രോഡ്ബാൻഡ് ഉടമ അലക്സ് പാറപ്പുറം PG പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മൂൺലൈറ്റ് കേബിൾ ടി വി പീച്ചിലെ സ്റ്റാഫാണ്. ഇന്നലെ രാത്രി 9:30 കൂടിയിട്ട് ഇവിടെ ആൾക്കാർക്ക് നെറ്റ് കേബിളൊക്കെ പോയി എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. പിന്നെ കേബിളുള്ളവരും ഇഷ്ടംപോലെ ഉണ്ട്. ആ നേരത്തെ നമുക്ക് നോക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് രാവിലെ ഒരു 9 ആയപ്പോഴേക്കും നമ്മൾ വന്നു. എല്ലായിടത്തും നോക്കി വന്നപ്പോൾ നമ്മുടെ പൂളച്ചോട് ഭാഗം ഒരു പാറപ്പുറമുണ്ട്. പാറപ്പുറത്തിനോട് അടുത്ത്, അതായത് കോടതി പാലത്തിന് ശേഷം ആ ഒരു നടുഭാഗത്തായിട്ട് ഒരു ബോക്സ് നമ്മൾ പോസ്റ്റിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ കെട്ടി വെച്ചിരുന്ന ബോക്സും അത്യാവശ്യം അതിനുള്ള ലൂപ്പും ഉണ്ടായിരുന്നു. ആ ലൂപ്പിനെ അവർ ആരാന്നറിയില്ല വെട്ടിമുറിച്ച് തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിയാനുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് ഇത്രയും കണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു അലുമിനിയം വെച്ച് ചുറ്റി വെച്ചിരുന്നായിരുന്നു. ആ അലുമിനിയം വരെയാണ് മുറിഞ്ഞേക്കണത്. അപ്പോൾ എന്തോ ആയുധം കൊണ്ടാണ് അവർ മുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ചെത്തിയേക്കണത്. ഇപ്പോൾ ഇത്രയും ലൂപ്പ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ 2-3 പോസ്റ്റ് വേറെ കേബിൾ വലിക്കണം. അത് 6-ന്റെ ഫൈബർ ആയതുകൊണ്ട് അത്യാവശ്യം വിലയുള്ള ഫൈബർ കൂടിയാണ്. നമുക്ക് ഇത്ര നഷ്ടം വന്നിട്ടുണ്ട്. പരാതി PG പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. 18 മണിക്കൂറിനുള്ളിൽ 3 മോഷണങ്ങൾ. അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ മുംബൈയിൽ വെച്ച് പിടികൂടി തൃശൂർ സിറ്റി പോലീസ്. തൃശൂർ സിറ്റി പോലീസിന്റെ പഴുതടച്ച അന്വേഷണ മികവിൽ അഴിക്കുള്ളിലായത് ബോംബെ, തമിഴ്നാട്, കർണാടക തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ കവർച്ച, പിടിച്ചുപറി, റോബറി തുടങ്ങി 20ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതികളായ അന്തർ സംസ്ഥാന മോഷ്ടാക്കളായ തിരുനെൽവേലി സ്വദേശി ജയകുമാർ, നാഗർകോവിൽ സ്വദേശി സെൽവൻ, മദൻ തുടങ്ങിയവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 6-ാം തീയതിയാണ് സംഭവങ്ങൾ അരങ്ങേറിയത്. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിലനിൽക്കുന്ന ജില്ലാ കോടതി സമുച്ചയത്തിന് സമീപത്തു നിന്നും ഒരു വനിതാ അഭിഭാഷകയുടെ കഴുത്തിൽ കിടന്നിരുന്ന 4.5 പവൻ തൂക്കം വരുന്ന സ്വർണമാല ആരോ പൊട്ടിച്ചുകൊണ്ടുപോവുകയും തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെയും തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽരാജ് ദേശ്മുഖ് അവറുകളുടെ അന്വേഷണ സംഘമായ തൃശൂർ സിറ്റി സാങ്കും ടീം സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വന്നിരുന്നു. പ്രസ്തുത സംഭവം നടന്നതിന് 3 മണിക്കൂറുകൾക്ക് ശേഷം തൃശൂർ സിറ്റിയിലെ PG പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു കാർ തട്ടിക്കൊണ്ടുപോയതായി വിവരം ലഭിക്കുകയും തുടർന്ന് പോലീസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സാങ്ഹോം ടീം 2 വിഭാഗങ്ങളായി തിരിയുകയും ഇരു കേസുകളിലും കാര്യമായ അന്വേഷണം നടത്തുകയും ഇരു സ്ഥലങ്ങളിലെയും CCTV ക്യാമറകൾ പരിശോധിക്കുകയും സമാനമായ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ വിവരങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുകയും തുടർന്ന് PGയിൽ നിന്ന് തട്ടിയെടുത്ത് കാറിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയും ആയുധ കേന്ദ്രീകരിച്ച അന്വേഷണം തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും തുടർന്ന് ഒരാഴ്ചയോളം തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ നടത്തിയ അന്വേഷണത്തിന് ഒടുവിൽ കാർ തട്ടിയെടുത്ത പ്രതികൾ തന്നെയാണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാല പൊട്ടിക്കലിന് പുറകിലെന്നും വ്യക്തമാവുകയും പ്രതികളെക്കുറിച്ച് ചില സൂചനകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. പ്രതികൾ സംഭവത്തിന് ശേഷം മുംബൈയിലേക്ക് കടന്നു കളഞ്ഞതായും പോലീസിന് വ്യക്തമായ വിവരം ലഭിക്കുകയുണ്ടായി. തുടർന്ന് അന്വേഷണ സംഘം മുംബൈയിൽ എത്തുകയും പ്രതികളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തതിൽ വീണ്ടും ഒരു മോഷണത്തിന് ഒരുങ്ങുകയായിരുന്ന പ്രതികളെ അന്വേഷണ സംഘം അതിസാഹസികമായി മുംബൈയിൽ പൂനെയിലെ ഒരു കോളനിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ 3 പ്രതികൾ അടങ്ങുന്ന സംഘം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും ബസ്സിൽ തിരുവനന്തപുരത്തെത്തുകയും തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് റോഡ് സൈഡിൽ ഇരുന്ന ഒരു ബുള്ളറ്റ് മോഷ്ടിക്കുകയും തുടർന്ന് മോഷ്ടിച്ച ബുള്ളറ്റിൽ 3 പ്രതികളും തൃശൂരിലെത്തുകയും തൃശൂരിൽ ജില്ലാ കോടതി സമുച്ചയത്തിന് സമീപം ഒരു ചടങ്ങ് കഴിഞ്ഞ് വരികയായിരുന്ന ബാർ കൗൺസിൽ അംഗമായ അഭിഭാഷകയുടെ കഴുത്തിൽ കിടന്നിരുന്ന 4.5 പവനോളം തൂക്കം വരുന്ന സ്വർണമാല പ്രതികളിൽ ഒരാൾ പൊട്ടിച്ചെടുക്കുകയും തുടർന്ന് ബുള്ളറ്റിൽ കയറി രക്ഷപ്പെട്ട പ്രതികൾ തൃശൂർ മണ്ണത്തി ഹൈവേയിലേക്ക് കടക്കുകയും ഹൈവേയിലെത്തിയ പ്രതികൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് വിശ്രമിക്കുകയായിരുന്ന കാർ ഡ്രൈവറെ കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം സംഘത്തിലെ 2 പേർ കാർ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു.
സംഘത്തിലെ മൂന്നാമൻ മോഷ്ടിച്ച ബുള്ളറ്റ് ഹൈവേയുടെ അരികെ ഉപേക്ഷിക്കുകയും തുടർന്ന് അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് തമിഴ്നാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ ഇവർ അവിടെ നിന്നും മോഷ്ടിച്ച കാറിൽ മുംബൈയിലേക്ക് കടക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റേതാണ് ബുള്ളറ്റ്. കേരള സർക്കാർ മുൻ ഉദ്യോഗസ്ഥന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പ്രതികൾ തട്ടിയെടുത്ത് കടന്നുകളഞ്ഞത്. തൃശൂർ സിറ്റി പോലീസിന്റെ സംയോജിതമായ ഇടപെടലും അന്വേഷണ ചടുലതയും കൊണ്ട് 3 ഇരകൾക്ക് ഒരേ സമയം നീതി ലഭിച്ചിരിക്കുകയാണ്. 3 പേരടങ്ങുന്ന സംഘത്തിലെ 2 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് അവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സേതു, ഒലൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ തോമസ് തുടങ്ങിയവരും PG പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സാഗർ, സബ് ഇൻസ്പെക്ടർ റഷീദ് അലി, ജിനോ പീറ്റർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയൻ, തൃശൂർ സിറ്റി സാങ്കോങ് ടീം അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, കൃഷ്ണപ്രസാദ്, റെജിൽ തുടങ്ങിയവരും സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീപ്, സിംസൺ, ശ്രീജിത്ത്, നൈജോൺ, അരുൺ തുടങ്ങിയവരുമാണ് ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർണ്ണക്കാഴ്ചകളും മേളവിസ്മയവും പെയ്തിറങ്ങുന്ന തൃശൂർ പൂരത്തിന് തിങ്കളാഴ്ച കൊടികയറി. തൃശൂർ പൂരം മലയാളികളുടെ വിശ്വവികാരം. സേവന സന്നദ്ധരായി സ്കൗട്ട് ആൻഡ് ഗൈഡ്. ഉദ്ഘാടനം ചാണ്ടി ഉമ്മൻ MLA. തൃശൂർ പൂരപ്രദർശന നഗരിയിൽ കേരള വിഷന്റെ പൗലിയൻ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കായനൂർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.